എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മൈസ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഈ മാസം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിലേക്ക് കടക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സന്ദേശം, ഈ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ. ഹാങ്ഡ് മാൻ എനർജി, നൈറ്റ് ഓഫ് വോൺസ്, 3 ഓഫ് വോൺസ് എനർജി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ നിങ്ങൾ ചില സമയങ്ങളിൽ നമ്മൾ സ്റ്റക്കായിട്ട് ഫീൽ, അതായത് മുന്നോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളൊരു തോന്നൽ നമ്മളുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവും. വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. കാരണം നിങ്ങളുടെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളൊരു ഒരു ഫീലിംഗ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ നിങ്ങൾ അർഹതപ്പെട്ട നേട്ടം നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തോന്നലാവാം. ഒരു കരിയറിൽ ഗ്രോത്ത് ഇല്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. കരിയർ ഗ്രോത്ത് ഇല്ലാത്തതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കും, ഒരുപക്ഷെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ച ആളുകളായിരിക്കും, അവരുടെ സാഹചര്യത്തിൽ അവർ മുന്നേറുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഉള്ളൊരു ഫ്രസ്ട്രേഷൻ. പക്ഷേ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സമയത്ത് ഫ്രസ്ട്രേറ്റഡ് ആവേണ്ടുന്ന ഒരു സമയമല്ല. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ടെന്ന് നമ്മൾ പറയും. തമാശ രൂപേണയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള സത്യമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ടൈം എന്ന് പറഞ്ഞാൽ പ്ലാനിങ്ങിനൊരു ടൈമാണ്. ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ഇപ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവാതിരിക്കുക എന്നുള്ളതാണ്. അത് എളുപ്പമുള്ള കാര്യമല്ല. കാരണം സിറ്റുവേഷൻസ് അങ്ങനെയാകുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആവും. പക്ഷേ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക, ഇപ്പോൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പ്ലാനിങ്ങിൻ്റെ ഒരു ടൈമാണ്. അപ്പോൾ ഈ ഒരു പ്ലാനിങ് നിങ്ങളുടെ ഉള്ളിലുള്ളൊരു പ്രഷർ, ടെൻഷൻ റിലീസാവുന്ന കാര്യങ്ങൾ ആദ്യം ചെയ്യാം. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഉള്ളിൽ ഉള്ള ആ ടെൻഷൻ ബിൽഡപ്പ് ആവുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. വർക്കിലാണെങ്കിലും അതെ. മാത്രമല്ല, അപ്പോൾ നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, വാക്തർക്കങ്ങൾ അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് മാറ്റി വയ്ക്കുക. അത് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം എന്ന് പറയുന്നത് വളരെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി നിൽക്കേണ്ടുന്ന സമയമാണ്. അപ്പോൾ നേച്ചർ വോക്കിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ ബെയർ ഫൂട്ട് നമ്മൾ പറയില്ലേ, കാലിൽ ചെരുപ്പിടാതെ. പക്ഷേ ഓഫ് കോഴ്സ് നിങ്ങൾ എവിടെയാണെന്നുള്ളത് നോക്കി അതിൻ്റെ വൃത്തിയും ശുദ്ധിയും നോക്കിയിട്ട്, പക്ഷെ അങ്ങനെയുള്ള ഇടത്ത് ചെരുപ്പിടാതെ നടക്കുന്ന ഭൂമിയോട് കുറച്ചുകൂടി കണക്ട് ചെയ്യുന്നത്, ഭൂമി ദേവിയെ ആരാധിക്കുന്നത് എന്ന് പറയുന്ന ഒരു രീതി നല്ലതാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നതിൽ, അതായത് ബെഡിൽ നിന്ന് കാല് നിലത്ത് കുത്തുന്നതിന് മുമ്പ് കൈ തൊട്ട് നിലത്ത് വന്നിക്കുന്നത്, അതൊരു ഭൂമി ദേവിയോടുള്ളൊരു ആദരവാണ്. ഇതൊക്കെ എന്ന് പറയുന്നത് നിങ്ങളെ ആ ഒരു നെഗറ്റിവിറ്റി റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ശ്രദ്ധിക്കാം. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങൾ ഹാർഡ് വർക്കിനുള്ള ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ചെറിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ ആ ഒരു ഗ്രോത്ത് എന്ന് വെച്ചാൽ വളരെ ചെറിയ രീതിയിലായതുകൊണ്ട് നിങ്ങൾക്കധികം പ്രാധാന്യം ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ സ്ലോ ഗ്രോത്ത് ആയതുകൊണ്ട് മനസ്സിലാവില്ല. പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ സ്ലോ ഗ്രോത്ത് ആയിരിക്കും. പതുക്കെ ഗ്രോത്ത് ഉണ്ട്, പക്ഷെ നിങ്ങളത് വലിയൊരു രീതിയിലല്ലാത്തതുകൊണ്ട് നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ഗ്രേറ്റ്ഫുൾനെസ്, അതായത് നമ്മൾക്കുള്ള പ്രവൃത്തിക്ക് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം മുന്നോട്ടേക്ക് നല്ല രീതിയിൽ നയിക്കുന്നതിന് ദൈവത്തിന് നന്ദി പറയുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. അതിലൂടെ മുന്നോട്ടേക്ക് പോവുക. കാരണം ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട് ഈ മാസം അവസാനത്തിൽ. നിങ്ങൾക്ക് നല്ലൊരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെഗറ്റിവിറ്റി റിലീസ് ആക്കേണ്ടതാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ 3 ഓഫ് വോൺസ് എനർജിയാണ്. ഈ അവസരം എന്ന് പറയുന്നത് വളരെ നല്ലൊരു അവസരം, സുവർണ്ണ അവസരമാണ്. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കുമ്പോൾ, നെഗറ്റീവ് ആയിരിക്കുമ്പോൾ നല്ല അവസരമാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, ദേഷ്യപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ മുന്നിൽ വരുന്ന നല്ല കാര്യങ്ങളുടെ അതൊന്ന് കുറഞ്ഞു പോകും നമ്മുടെ ഉള്ളിൽ. അതിലേക്ക് കണക്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിച്ചൊന്നും വരില്ല. ഇതൊരു അവസരമാണ് അല്ലെങ്കിൽ സാഹചര്യമാണ്, ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. വിദേശത്തേക്ക് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ IT-ലൊക്കെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ മറ്റു രാജ്യത്ത് പോയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും. അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ ഒത്തിരി നാളായിട്ട് പ്രതീക്ഷിച്ച അവസരമായിരിക്കാം. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തുമ്പോൾ നിങ്ങളത് തെളിച്ചത്തോടെ കാണണമെങ്കിൽ നിങ്ങളിതുപോലെ മനസ്സ് പോസിറ്റീവായിട്ട് വയ്ക്കണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ അതാണ് നിങ്ങൾ ഈ ഒരു മാസത്തിൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളതിനകത്ത് പറയുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി പറയാനുണ്ടായിരുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.